എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 7th ക്ലാസ്സിലെ ഹിന്ദി NCERT വസന്ത് എന്ന പുസ്തകത്തിലെ 17th ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. NCERT സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേരാണ് വീർ കുവർ സിംഗ്. വീർ കുവർ സിംഗ് ഒരു ഫ്രീഡം ഫൈറ്ററാണ്. നല്ലൊരു നിബന്ധമാണിത്. അപ്പോൾ ക്വസ്റ്റൻ ആൻസേഴ്സ് നോക്കാം. वीर कुंवर सिंह के व्यक्तित्व की कौन कौन सी विशेषताओं ने आपको प्रभावित किया? വീർ കുവർ സിംഗിൻ്റെ വ്യക്തിത്വത്തിലെ എന്തൊക്കെ വിശേഷതകളാണ് നിങ്ങളെ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇംപ്രസ് ആയിരിക്കുന്നത്? ഉത്തർ: वीर कुंवर सिंह के व्यक्तित्व की निम्न विशेषताएं हमें प्रभावित करती है. വീർ കുവർ സിംഗിൻ്റെ വ്യക്തിത്വത്തിലെ താഴെ പറയുന്ന വിശേഷതകളാണ് ഞങ്ങളെ ഇംപ്രസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് വീർ സേനാനി. അപ്പോൾ വീർ കുവർ സിംഗ് ഒരു വീർ സേനാനിയായിരുന്നു, ഒരു വീരതയുള്ള ഒരു സേനാനിയായിരുന്നു. അപ്പോൾ അതിലെന്തൊക്കെയാണ് പോയിൻറ്റ്സ് നോക്കാം. കുവർ സിംഗ് മഹാൻ വീർ സേനാനിത്തെ. കുവർ സിംഗ് ഒരു വീരനായിട്ടുള്ള സേനാനിയായിരുന്നു. 1857 के विद्रोह में उन्होंने बढ़ चढ़कर हिस्सा लिया. 1857 വിദ്രോഹ പറഞ്ഞാൽ റെബേലിയൻ, കലാപം എന്നൊക്കെ പറയാം. അദ്ദേഹം ബഡ് ചടുക്കർ ഹിസാലിയ പറഞ്ഞാൽ ഒരുപാട് ആവശ്യത്തിലും കൂടുതൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. ഹിസാലേന പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഇൻവോൾവ് ആവുക. അംഗ്രേസോ കോ കദം കദം പർ പരാസ്ത് കിയ. ബ്രിട്ടീഷുകാരെ കദം പർ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ ഓരോരോ സ്റ്റെപ്പിലും അവരെ തോൽപ്പിച്ചു, ഡിഫീറ്റ് ചെയ്തു. പരാസ്ത് കർണ എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കുക, ഹറാന അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്യുക. കുവർ സിംഗ് की वीरता पूरे उत्तर भारत द्वारा भुलाई नहीं जा सकती. കുവർ സിംഗിൻ്റെ വീരത മുഴുവൻ ഉത്തരഭാരതത്തിലെ നോർത്ത് ഇന്ത്യയിൽ മൊത്തവും അവിടെ മറക്കാനേ സാധിക്കില്ല. ആര पर വിജയ് പ്രാപ്ത് करने पर इन्हें फौजी सलामी भी दी गई. ആര എന്ന സ്ഥലത്ത് വിജയം കൈവരിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് ഫൗജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈന്യം, അപ്പോൾ സലാമിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പോയിൻ്റ് സ്വാഭിമാനി. അപ്പോൾ ആദ്യത്തെ എന്താണ് ക്വാളിറ്റി, എന്താ വിശേഷത? വീരസേനാനി ആയിരുന്നു. രണ്ടാമത്തത് അദ്ദേഹം സ്വാഭിമാനി. ഇനോനെ വീരതാക്കെ സാത്ത് സാത്ത് സ്വാഭിമാനി കി ബി മിസാൽ ദി. വീരതയുടെ കൂട്ടത്തിൽ തന്നെ അത് മാത്രമല്ല സ്വാഭിമാനിയായിട്ട് ജീവിക്കുന്ന അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു ഉദാഹരണവും ഇദ്ദേഹം തന്നു നമുക്ക്. ജബ് വേ ശിവരാജ്പൂർ സെ ഗംഗ പാർ കർത്തെ ഹുയെ ജാ രഹേ തേ. അദ്ദേഹം ശിവരാജ്പൂർ എന്ന സ്ഥലത്തുനിന്ന് ഗംഗാ നദി ക്രോസ് ചെയ്തിട്ട് പോവുമായിരുന്ന സമയത്ത് ഡഗ്ലസ് കി ഗോലി കാ നിശാന ബൻ ഗയേ. ഡഗ്ലസ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ്റെ വെടിയുണ്ടയ്ക്ക് ഇരയായി. നിശാന ബൻ ഗയേ പറയുമ്പോൾ വെടിയുണ്ടയ്ക്ക് ഇരയായി, അതിൻ്റെ അർത്ഥം വെടികൊണ്ടു. ഉൻകെ ഹാത്ത് പർ ഗോലി ലഗ് ഗയി. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് വെടികൊണ്ടത്. ഉസ് സമയ വേ നാ തോ വഹാ സെ ഭാഗെ ഓർ നാ ഹി ഉപചാർ കി ചിന്ത കി. ആ സമയത്ത് അവിടെ നിന്ന് ഓടിയതുമില്ല, ഉപചാർ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് ചിന്തിച്ചതുമില്ല. ബൽക്കി ഹാത്ത് ഹി കാട്ട്കർ ഗംഗാമേ ബഹാദിയെ. എന്താ ചെയ്തത്? അതിന് പകരം കയ്യിനെ തന്നെ അങ്ങോട്ട് മുറിച്ച് ആ ഗംഗയിൽ അങ്ങോട്ട് ഒഴുക്കിക്കളഞ്ഞു. അടുത്ത അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ക്വാളിറ്റി എന്താണ്? ഉദാര സ്വഭാവം എന്ന് മലയാളത്തിലും അങ്ങനെ തന്നെയാണ് പറയുക. ഉദാര സ്വഭാവം അല്ലെങ്കിൽ നല്ല ദയാലുവായിട്ടുള്ള, നല്ല കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. വേ അത്യധിക് ഉദാർ സ്വഭാവക്കേത്തെ. അത്യധികം ഉദാര സ്വഭാവമായിട്ടുള്ള ആളായിരുന്നു. കിസി പ്രകാർ കാ കോയി ജാതിഗത് ഭേദ്ഭാവ് ഉന്മേ നത. ഏത് വിധത്തിലുള്ള ഒരു തരത്തിലുള്ള ജാതിഗതമായിട്ടുള്ള പറഞ്ഞാൽ ജാതിയെ സംബന്ധിച്ചിട്ടുള്ള ഭേദഭാവം അങ്ങനത്തുള്ള പാർഷ്യാലിറ്റി ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇത് 1857 ഓർക്കണം കേട്ടോ. അപ്പോൾ എത്രയും വർഷങ്ങൾ മുമ്പാണ്, അതുകൊണ്ടാണ് ഈ ജാതിഗത് ഭേദ്ഭാവ് എന്നൊക്കെ പറയണത്. പറഞ്ഞാൽ ആ സമയത്തൊക്കെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയമായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയണത്. യഹാ തക്കി ഉൻകി സേനാ മേ ഇബ്രാഹിം ഖാൻ और കിഫായത്ത് ഹുസൈൻ മുസൽമാൻ ഹോത്തെ ഹുയെ ബി ഉच्च പദോं पर ആസീൻ थे. അദ്ദേഹത്തിൻ്റെ സേനയിൽ ഇബ്രാഹിം ഖാൻ എന്ന് പറയുന്ന ആളും പിന്നെ കിഫായത്ത് ഹുസൈൻ എന്ന് പറയുന്ന രണ്ടുപേര് മുസൽമാൻ ആയിരുന്നു, അവർ മുസ്ലിംസ് ആയിരുന്നു രണ്ടുപേരും. അദ്ദേഹത്തിൻ്റെ സേനയിൽ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും മാത്രമല്ല ഉच्च പദോं पर ആസീൻ തേ, ഏറ്റവും വലിയ പൊസിഷനിൽ ആയിരുന്നു അവർ രണ്ടുപേരും. അപ്പോൾ ജാതി സംബന്ധമായിട്ടുള്ള യാതൊരു അങ്ങനത്തുള്ള പാർഷ്യാലിറ്റി ഇല്ല എന്ന് നമുക്കതൊന്ന് മനസ്സിലാക്കാം. വേ ഹിന്ദു മുസൽമാൻ ദോനോ കെ ത്യോഹാർ സബ്കെ സാത്ത് മിൽക്കർ മനാത്തെ തേ. അദ്ദേഹം ഹിന്ദു മുസൽമാൻ രണ്ടുപേരുടെയും ത്യോഹാർ ഉത്സവങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആഘോഷിക്കുമായിരുന്നു.
അടുത്ത ക്വാളിറ്റിയാണ് ദൃഢനിശ്ചയി. നമ്മൾ മലയാളത്തിലും അത് തന്നെയാണ് പറയുക. ദൃഢനിശ്ചയമായിരിക്കും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, ദൃഢനിശ്ചയം ആയിട്ടുള്ള പറഞ്ഞ തീരുമാനങ്ങൾ എടുക്കുന്ന സ്വഭാവമുള്ള ആൾ. ഉन्होंने अपना जीवन देश की रक्षा हेतु समर्पित किया. അദ്ദേഹം അവരുടെ ജീവിതം ദേശ് കി രക്ഷാ ഹേതു, ദേശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചു. ജീവൻ കെ അന്തിം പലോ മേ ഇത്തന വൃദ്ധ ഹോ ജാനെ പർ ബി, ജീവിതത്തിൻ്റെ ലാസ്റ്റ് സമയങ്ങളിൽ ഇത്തനെ വൃദ്ധ ഹോ ജാനെ പർ ബി, വൃദ്ധൻ തന്നെയാണ് വൃദ്ധ എന്ന് പറഞ്ഞാൽ കേട്ടോ, പറഞ്ഞാൽ ഇത്രയും വയസ്സായതിനു ശേഷവും വൃദ്ധനായതിനു ശേഷവും സദൈവ യുദ്ധ ഹേതു തത്പർ രഹത്തെ തേ, എല്ലായ്പ്പോഴും യുദ്ധത്തിന് റെഡി ആയിട്ടിരിക്കുമായിരുന്നു. യുദ്ധത്തിന് റെഡിയാണ് എപ്പോഴും. അതിൻ്റെ അർത്ഥം ദേശത്തിന് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണ്, വയസ്സായി എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. യഹാ തക് കി മർനെ സെ 3 दिन पूर्व ही उन्होंने जगदीशपुर में विजय पताका फहराई. മർനെ സെ 3 दिन पूर्व, അദ്ദേഹം മരിക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പായിരുന്നു ജഗദീഷ്പൂർ എന്ന സ്ഥലത്തെ വിജയ പതാക ഉയർത്തിയത്. കുവർ സിംഗിൻ്റെ സ്വഭാവത്തിൻ്റെ അടുത്ത ക്വാളിറ്റി എന്താണ്? സമാജ് സേവക്, നല്ലൊരു സമാജ് സേവക് ആയിരുന്നു, പറഞ്ഞാൽ സോഷ്യൽ വർക്കർ. एक वीर सिपाही के साथ साथ वे समाज सेवक भी थे. ഒരു വീർ സിപ്പാഹി മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു സമാജ് സേവകും ആയിരുന്നു. उन्होंने कई पाठशालाओं कुओं व तालाबों का निर्माण करवाया. അദ്ദേഹം സ്കൂളുകളും പിന്നെ കിണറുകൾ, കുവ എന്ന് പറഞ്ഞാൽ കിണറുകളും പിന്നെ താലാബ് കുളങ്ങളും എല്ലാം നിർമ്മിച്ചിരുന്നു. വേ നിർധനോ കി സദാ സഹായത കർത്തേ തേ, നിർധനരെ എല്ലായ്പ്പോഴും അദ്ദേഹം സഹായിച്ചിരുന്നു. അടുത്ത ക്വാളിറ്റിയാണ് സാഹസി. സാഹസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യവാൻ. കുവർ സിംഗ് കാ സാഹസ് അതുലനീയ ഹെ, കുവർ സിംഗിൻ്റെ ധൈര്യം അതുലനീയ പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് തുലന ചെയ്യാൻ പറ്റാത്തത്, കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. 13 अगस्त 1857 को जब कुंवर सिंह की सेना जगदीशपुर में अंग्रेज़ों से परास्त हो गई तो 13 ऑगസ്റ്റ് 1857 കുവർ സിംഗിൻ്റെ സേന ജഗദീഷ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബ്രിട്ടീഷുകാരോട് തോറ്റപ്പോൾ, പരാസ്ത് ഹോന എന്ന് പറഞ്ഞാൽ തോറ്റപ്പോൾ, ഉനോനെ സാഹസ് ന ചോട, ധൈര്യം തീരെയും വിട്ടില്ല അദ്ദേഹം. ബൽക്കി ഭാവി സംഗ്രാം കി യോജന ബനാനെ ലഗെ, എന്താ ചെയ്യണത്, ഭാവി ഇനി ഫ്യൂച്ചറിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. സംഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രഗിൾ, പറഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ ഏത് വിധത്തിലാണ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. सासाराम से मिर्ज़ापुर होते हुए रीवा, कालपी, कानपुर, लखनऊ से आजमगढ़ की ओर बढ़ते हुए उन्होंने आज़ादी की आग को जलाए रखा. ഈ സ്ഥലങ്ങളുടെ പേരാണിത്. സാസാറാം, അതിൽ കൂടി മിർജാപൂർ, പിന്നെ റീവ പറഞ്ഞ സ്ഥലം, പിന്നെ കാൽപി, കാൺപൂർ, ലക്നൗ, പിന്നെ അവിടുന്ന് ആസംഗഡ്, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് ഉനോനെ അദ്ദേഹം ആസാദി കി ആഗ് കോ ജലായെ രഖ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആഗ് കോ ജലായി രഖ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു, എല്ലാവർക്കും എനർജി കൊടുത്തുകൊണ്ടിരുന്നു, അതിൻ്റെ അർത്ഥം എല്ലാവരെയും മുന്നോട്ട് നയിച്ചു എന്നൊക്കെയാണ്. പൂരെ ഉത്തർ ഭാരത് മേ ഉൻകെ സാഹസ് കി ചർച്ച തീ, മൊത്തം നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ സാഹസത്തിനെ പറ്റിയിട്ട് ഉള്ള ചർച്ചകളായിരുന്നു. अंत में 23 अप्रैल 1858 को आजमगढ़ में अंग्रेज़ों को हराते हुए उन्होंने जगदीशपुर में स्वाधीनता का विजय पताका फहरा कर ही दम लिया. അന്ത്മേ ഒടുവിൽ 23 ഏപ്രിൽ 1858 അസംഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, നോർത്ത് ഇന്ത്യയിലുള്ള ഒരു സ്ഥലമാണ്, യുപിയിലുള്ളൊരു സ്ഥലമാണ് അസംഗഡ്. ആ സ്ഥലത്ത് അംഗ്രേസോങ്കോ ഹറാത്തെ ഹുയെ, ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചുകൊണ്ട് ഉന്നോനെ അദ്ദേഹം ജഗദീഷ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്വാധീനതാക്കി വിജയ പതാക ഫെഹരാക്കർ, സ്വാതന്ത്ര്യത്തിൻ്റെ വിജയ പതാക ഉയർത്തിയതിന് ശേഷമാണ് ശ്വാസം എടുത്തത്. നമ്മൾ എന്തെങ്കിലും ദൃഢനിശ്ചയം ചെയ്താൽ ഇത് കഴിഞ്ഞിട്ട് ഇനി ശ്വാസം കൂടി എടുക്കുള്ളൂ പറയില്ലേ, അതുപോലെ പറയണത്. ഒരു കൈ വെട്ടിക്കളഞ്ഞിട്ടാണ് ഈ വിധത്തിൽ യുദ്ധം ചെയ്ത് ജയിച്ചതെന്ന് ഓർക്കണം. അപ്പോൾ പിന്നെ സാഹസി എന്ന് പറയാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ എന്തൊക്കെയാണ് സവിശേഷത, എന്തൊക്കെയാണ് കുവർ സിംഗിൻ്റെ ക്വാളിറ്റീസ്? ആദ്യത്തെ വീരസേനാനി, പിന്നെ സ്വാഭിമാനി, പിന്നെ ഉദാർ സ്വഭാവ്, ദൃഢനിശ്ചയി, സമാജ് സേവക്, സാഹസി, അങ്ങനെ 6 ഷോർട്ട് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ ആണെന്നുണ്ടെങ്കിൽ അധികം എഴുതണമെന്നില്ല, ഓരോരോ സെൻറ്റൻസ് എഴുതിയാൽ മതി ഇതിനെ പറ്റിയിട്ട്. അല്ലെങ്കിൽ 1 മാർക്കിൻ്റെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഈ 6 പോയിൻറ്റ്സ് മാത്രം എഴുതിയാലും മതിയാവും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ,
കുംവർ സിംഗ് को बचपन में किन कामों में मज़ा आता था? കുംവർ സിംഗിന് കുട്ടിക്കാലത്ത് ഏത് കാര്യങ്ങളാണ് രസകരമായി തോന്നിയിട്ടുണ്ടായിരുന്നത്, ഏത് കാര്യങ്ങളാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ക്യാ ഉन्हें उन कामों से स्वतंत्रता सेनानी बनने में कुछ मदद मिली? ആ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ കൊണ്ട് അയാൾക്ക് സ്വതന്ത്രതാ സേനാനിയാകാനുള്ള എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ? ആൻസർ, വീർ കുംവർ സിംഗ് को बचपन में पढ़ाई लिखाई से ज़्यादा വീർ കുംവർ സിംഗിന് കുട്ടിക്കാലത്ത് പടായി ലിഖായി എഴുതലും വായിക്കലും അല്ലെങ്കിൽ പഠിപ്പിനെക്കാട്ടിലും കൂടുതൽ ഗുഡ്സവാരി കർണേ, തൽവാർബാജി കർണേ തഥാ കുസ്തി ലഡ്നെ മേ മസ ആതാ താ. ഗുഡ്സവാരി എന്ന് പറഞ്ഞാൽ ഹോഴ്സ് റൈഡിങ്, പിന്നെ തൽവാർബാജി, തൽവാർ എന്ന് പറഞ്ഞാൽ വാള് കൊണ്ട് ഫൈറ്റ് ചെയ്യണത്, അതിനെയാണ് തൽവാർബാജി എന്ന് പറയുന്നത്. അത് പിന്നെ കുസ്തി ലഡ്നേമേ, പിന്നെ കുസ്തി നിങ്ങൾക്കൊക്കെ അറിയാം. ഇതിലൊക്കെയാണ് കൂടുതൽ രസകരമായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരുന്നത്, ഇതിലൊക്കെയാണ് കൂടുതൽ താല്പര്യം പഠിപ്പിനെക്കാട്ടിലും. जब बड़े होकर स्वतंत्रता सेनानी बने तो इन कार्यों से उन्हें बहुत सहायता मिली. വലുതായിട്ട് സ്വതന്ത്രതാ സേനാനി ആയപ്പോൾ, ഫ്രീഡം ഫൈറ്റർ ആയപ്പോൾ, ഫ്രീഡത്തിന് വേണ്ടി ഒരുപാട് പോരാടിയില്ലേ, അപ്പോൾ ആ സമയത്ത് ഇൻ കാര്യോൻസെ, ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ഉനി ബഹുത് സഹായത മിലി, അദ്ദേഹത്തിന് ഒരുപാട് സഹായം കിട്ടി. അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. പഠിപ്പിനെക്കാട്ടിലും കൂടുതൽ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു സ്വതന്ത്രതാ സേനാനിക്ക് കൂടുതലായിട്ടും ആവശ്യം. കാരണം എപ്പോൾ നോക്കിയാലും ബ്രിട്ടീഷുകാരോട് പോരാടുക, അപ്പോൾ അതിന് ഇതൊക്കെയാണ് കൂടുതലും സഹായിക്കുക. അപ്പോൾ നല്ല ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ. तलवार चलाने व तेज घुड़सवारी से तो वे कदम कदम पर अंग्रेज़ों को मात देते रहे. തൽവാർ ചലാനെ, വാള് ഇങ്ങനെ ചലായിക്കുക എന്ന് പറഞ്ഞാൽ വാള് കൊണ്ട് ഫൈറ്റ് ചെയ്യുക, അതിൻ്റെ ആ മൂവ്മെൻറ്റ് അതാ പറയുന്നത്. അതിനും പിന്നെ തേജ് ഗുഡ്സവാരീസെ, വളരെ സ്പീഡിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള ഹോഴ്സ് റൈഡിങ്ങും, ഇതെല്ലാം വേ കദം കദം പർ, ഓരോ സ്റ്റെപ്പിലും മുന്നിൽ അംഗ്രേസോങ്കോ മാത്ത് ദേത്തെ രഹേ, ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തിയിരുന്നു, അവരെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, सांप्रदायिक सद्भाव में कुंवर सिंह की गहरी आस्था थी. पाठ के आधार पर कथन की पुष्टि कीजिए. സാമ്പ്രദായിക് സദ്ഭാവ്, സാമ്പ്രദായിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമുദായികമായിട്ടുള്ള, സദ്ഭാവ് എന്ന് പറഞ്ഞാൽ നല്ല ഭാവം, സദ്ഭാവ് നല്ല ഭാവം. അപ്പോൾ സമുദായത്തിനോട് നല്ല ഭാവം, അതിൻ്റെ അർത്ഥം സാമുദായിക സൗഹാർദ്ദം എന്നൊക്കെ മലയാളത്തിൽ പറയാം. ഇംഗ്ലീഷിൽ നമ്മൾ കമ്മ്യൂണൽ ഹാർമണി എന്ന് പറയാം. കമ്മ്യൂണിറ്റീസ്, ഓരോരോ കമ്മ്യൂണിറ്റീസ് പറഞ്ഞാൽ ഹാർമണി ടുവേർഡ്സ് ഓൾ ദ കമ്മ്യൂണിറ്റീസ്, നല്ല രീതിയിൽ എല്ലാ കമ്മ്യൂണിറ്റിയോടും നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളൊരു വിശ്വാസം വെക്കുക, എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിക്കുക, അതിനെയാണ് സാമ്പ്രദായിക് സദ്ഭാവ് എന്ന് പറയുക, കമ്മ്യൂണൽ ഹാർമണി. അപ്പോൾ ഈ കമ്മ്യൂണൽ ഹാർമണി എന്ന് പറയുന്ന ഈ സ്വഭാവം കുംവർ സിംഗിന് ഗഹരി ആസ്ഥാത്തി, കുംവർ സിംഗിൻ്റെ മനസ്സിൽ അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴത്തിലുള്ളൊരു വിശ്വാസമായിരുന്നു. ആസ്ഥ എന്ന് പറഞ്ഞ വിശ്വാസം. പാഠ് കെ ആധാർ പർ കഥൻ കി പുഷ്ടി കീജിയെ, അതിൻ്റെ പാഠത്തിനെ ബേസ് ചെയ്തിട്ട്, പാഠത്തിനെ ആധാരമാക്കിയിട്ട് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, ഈ പറഞ്ഞതിനെ പറ്റിയിട്ട് കൂടുതൽ വ്യക്തമാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കുंवर सिंह की सांप्रदायिक सद्भाव में गहरी आस्था थी, അത് ആ സെയിം ലൈനാണ്. ഉൻകി സേന മേ മുസൽമാൻ ബി ഉच्च പദ് പർ थे, അദ്ദേഹത്തിൻ്റെ സേനയിൽ മുസ്ലിംസും വലിയ പൊസിഷനിൽ ഉണ്ടായിരുന്നു. ഇബ്രാഹിം ഖാൻ തഥാ കിഫായത്ത് ഹുസൈൻ ഉൻകി സേന മേ ഉच्च പദോं पर ആസീൻ थे. ഇബ്രാഹിം ഖാനും പിന്നെ കിഫായത്ത് ഹുസൈൻ, ഈ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ സേനയിൽ വലിയ പൊസിഷൻ വഹിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ഉൻകെ യഹാ ഹിന്ദുവോ തഥാ മുസൽമാനോ മേ കിസി പ്രകാർ കാ ഭേദ്ഭാവ് നഹി കർത്തേ थे. അദ്ദേഹത്തിൻ്റെ അവിടെ ഹിന്ദു മുസൽമാൻ എന്നുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഉൻകെ യഹാ ദോനോ ധർമ്മോ കെ ത്യോഹാർ ഏക് സാത്ത് മനായെ ജാത്തെ थे. അദ്ദേഹത്തിൻ്റെ അവിടെ എന്താണ്, രണ്ട് ധർമ്മത്തിലുള്ളവരുടെയും ത്യോഹാർ, ഫെസ്റ്റിവൽസ്, ഉത്സവങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഇത്നാ ഹി നഹി ഉന്നോനെ പാഠശാലാവോ കെ സാത്ത് മക്തബോ കാ ഭി നിർമ്മാൺ കരായ. ഇത് മാത്രമല്ല, അദ്ദേഹം പാഠശാലാവോ കെ സാത്ത്, വിദ്യാലയങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മക്തബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈബ്രറിക്കാണ് പറയുക. മക്തബ ഒരു അറബി വേർഡാണ്. ലൈബ്രറി അല്ലെങ്കിൽ പുസ്തകങ്ങൾ കിട്ടുന്ന സ്ഥലം, പുസ്തകങ്ങളുടെ ഷോപ്പും ആകാം, ലൈബ്രറി ആവാം, പുസ്തകാലയം എന്ന് ഹിന്ദിയിൽ പറയും. അപ്പം വിദ്യാലയങ്ങളോടൊപ്പം അദ്ദേഹം ലൈബ്രറികളുടെയും നിർമ്മാണം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുക, അദ്ദേഹം മൊത്തത്തിൽ ആ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന് നമുക്കിതിന്ന് മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, सन 1857 के आंदोलन में भाग लेने वाले किन्हीं 4 सेनानियों पर 2 വാക്യ लिखिए. 1857 വിപ്ലവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഏതെങ്കിലും 4 സേനാനികളെ പറ്റിയിട്ട് 2 സെൻറ്റൻസ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ ആദ്യം റാണി ലക്ഷ്മിഭായ്. റാണി ലക്ഷ്മിഭായിനെ പറ്റിയിട്ടാണ്. ഝാൻസി കി റാണി ലക്ഷ്മിഭായ് സ്വാധീനതാ സംഗ്രാം കി പ്രഥമ മഹിള ഥി. ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായ്, ഝാൻസി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, അതുകൊണ്ടാണ് ഝാൻസി റാണി ലക്ഷ്മിഭായ് എന്ന് പറയുന്നത്. ഝാൻസി ഉത്തർപ്രദേശിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഝാൻസി റാണി ലക്ഷ്മിഭായ് സ്വാധീനത സംഗ്രാം കി, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രഥം മഹിള ഥി, ആദ്യത്തെ മഹിളയായിരുന്നു. ജിനോനെ സ്വതന്ത്രത സംഗ്രാം മേ അഗ്രണി ഭൂമിക നിഭായി ഥി. അഗ്രണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഡിങ് ആയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ നല്ല ലീഡർഷിപ്പ് സ്കിൽസ് ഉള്ളതെന്ന് തന്നെ പറയാൻ പറ്റും. ഭൂമിക എന്ന് പറഞ്ഞാൽ റോള്, നിഭാന എന്ന് പറഞ്ഞാൽ നിർവഹിക്കുക. അപ്പോൾ ജിനോനെ സ്വതന്ത്ര സംഗ്രാമേ അഗ്രണി ഭൂമിക നിഭായി ഥി, അവർ റാണി ലക്ഷ്മിഭായ് സ്വാതന്ത്ര്യ സമരത്തിന് നല്ല ലീഡിങ് ആയിട്ടുള്ള റോള് നിർവഹിച്ചിരുന്നു. വഹ സ്വാഭിമാനിനി, കുശൽ യോദ്ധ, കുശൽ പ്രശാസിക, വിദുഷി, ഭഗവത്ഗീത കെ സിദ്ധാന്തോं को मानने वाली थी. ആദ്യത്തിൻ്റെ അർത്ഥങ്ങൾ നോക്കുക. സ്വാഭിമാനിനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വാഭിമാനി എന്ന് പറയില്ലേ, അതിൻ്റെ സ്ത്രീലിംഗമാണ് സ്വാഭിമാനിനി എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ പറഞ്ഞ റാണി ലക്ഷ്മിഭായ് ആയതുകൊണ്ട് സാധാരണ നമ്മൾ യൂസ് ചെയ്യില്ല ഇങ്ങനെ, ബൈ ഡിഫോൾട്ട് സ്വാഭിമാനി എന്നേ പറയുള്ളൂ. അടുത്തത് കുശൽ. കുശൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള, നിപുണയായിട്ടുള്ള. നിപുണെന്ന് ഹിന്ദിയിലും പറയാം മലയാളത്തിലും പറയാം കേട്ടോ. പ്രൊഫിഷ്യൻ്റ് ആയിട്ടുള്ള യോദ്ധാവാണ്. പിന്നെ കുശൽ പ്രശാസിക. പ്രശാസിക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാം നോക്കി നടത്തുന്നത് അറിയാമല്ലോ. അപ്പോൾ അതുപോലൊരു നല്ല കുശലമായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ. പിന്നെ വിദുഷി. വിദുഷി എന്ന് പറഞ്ഞാൽ നമ്മൾ വിദ്വാൻ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, വിദ്വാൻ്റെ സ്ത്രീലിംഗമാണ് വിദുഷി. പറഞ്ഞാൽ എല്ലാം അറിയുന്ന ഒരു ആളെ. അപ്പോൾ അത് സ്ത്രീ ആവുമ്പോൾ വിദ്വാനല്ല വിദുഷി എന്ന് പറയും. അപ്പോൾ ആരൊക്കെയായിരുന്നു? സ്വാഭിമാനിയായിരുന്നു, കുശല യോദ്ധ, നല്ലൊരു യോദ്ധാവായിരുന്നു, പിന്നെ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു, പിന്നൊരു വിദുഷി, ഒരു എല്ലാം അറിയുന്ന ഒരു സ്ത്രീ ആയിരുന്നു. പിന്നെ ഭഗവത്ഗീത കെ സിദ്ധാന്തോं को मानने वाली थी. ഭഗവത്ഗീതയിലെ സിദ്ധാന്തങ്ങൾ, പ്രിൻസിപ്പിൾ അഥവാ തത്വങ്ങൾ സ്വീകരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. പറഞ്ഞാൽ അത് ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ ഈ വിദ്വാൻ, വിദുഷി പുല്ലിംഗം സ്ത്രീലിംഗം ആണ് കേട്ടോ. അംഗ്രേസോ സെ അന്ത് തക് ലഡ്തി രഹി. ബ്രിട്ടീഷുകാരോട് ലാസ്റ്റ് വരെയും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. ലഡ്ത്തെ 23 വർഷ കി അൽപായു മേ വീർഗതി കോ പ്രാപ്ത് ഹുയി. യുദ്ധം ചെയ്ത് 23 വയസ്സുള്ള സമയത്ത് അൽപായു അല്ലേ, വളരെ ചെറുപ്പമായിരുന്നില്ലേ, വീരഗതി പ്രാപിച്ചു. അടുത്തത് മംഗൾ പാണ്ഡെ. अंग्रेज़ी सेना का सिपाही मंगल पांडे कट्टर धर्मावलंबी था. अंग्रेज़ी सेना का ബ്രിട്ടീഷുകാരുടെ ഇടയിലുള്ള സിപ്പാഹി ആയിട്ടുള്ള മംഗൾ പാണ്ഡെ കട്ടർ ധർമാവലംബി. ധർമാവലംബി എന്ന് പറഞ്ഞാൽ ധർമ്മക്ക ആശ്രയ ലേനിവാല, ധർമ്മത്തിനെ മാത്രം ആശ്രയിക്കുന്നവൻ, അതാണ് ധർമാവലംബി. ധർമ്മത്തിൽ കൂടി നടക്കുന്നവൻ, അതാണ് ധർമാവലംബി. അങ്ങനെയുള്ള ഒരു ആളായിരുന്നു. कारतूस में गाय और सुअर की खबर फैलने के बाद उन्होंने विद्रोह की शुरुआत की थी. കാർത്തൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്രിഡ്ജ്, തോക്കിൻ്റെ കാട്രിഡ്ജ് കേട്ടോ. ബന്ദൂക്ക്, തോക്കിന് ബന്ദൂക്ക് എന്ന് പറയും. അതിൻ്റെ കാട്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അതിൽ ആ ഉണ്ടകളൊക്കെ ഇടുന്ന പിന്നെ കൂടോ എന്തോ ആണ് അങ്ങനെ. അപ്പം അതിൽ ആ സാധനത്തിൽ ഗായ് ഓർ സുവർ കി ഖബർ, പിന്നെ പശുവിൻ്റെ അല്ലെങ്കിൽ പന്നിയുടെയോ എന്തൊക്കെയോ ഫാറ്റ്സൊക്കെ ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ ലെസണിലില്ലേ, ആ ന്യൂസ് കിട്ടിയതിന് ശേഷം ഖബർ ഫൈൽനെ കെ ബാദ്, ആ ന്യൂസ് സ്പ്രെഡ് ആയതിനു ശേഷം ഉन्होंने വിദ്രോഹ की शुरुआत की. മംഗൾ പാണ്ഡെ കലാപത്തിന് ഒരുക്കം കുറിച്ചു, കലാപം സ്റ്റാർട്ട് ചെയ്തു. അടുത്തത് താന്തിയ ടോപ്പെ. താന്തിയ ടോപ്പെ കാ മൂൽ നാം രാമചന്ദ്ര പാണ്ഡുരംഗ് ഥാ. താന്തിയ ടോപ്പയുടെ ശരിയായിട്ടുള്ള പേര് രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നായിരുന്നു. ये झांसी की रानी की सेना में सेनापति थे. താന്തിയ ടോപ്പെ ഝാൻസി റാണിയുടെ സേനയിൽ സേനാപതി ആയിരുന്നു. ഇന്നെ 18 अप्रैल 1859 को फांसी पर लटका दिया गया. താന്തിയ ടോപ്പേനെ 18 ഏപ്രിൽ 1859 തൂക്കിലേറ്റി. ഫാൻസി പർ ലട്കാദേന എന്ന് പറഞ്ഞാൽ തൂക്കിലേറ്റി, അതിൻ്റെ അർത്ഥം തൂക്കിക്കൊന്നിരുന്നു. അടുത്തത് ബഹാദൂർ ഷാ ജഫർ. मई 1857 में विद्रोहियों ने दिल्ली पर कब्जा करके बहादुर शाह द्वितीय को पुनः भारत का सम्राट घोषित कर दिया. മെയ്യിൽ 1857 മെയ്യിൽ വിദ്രോഹിയോനെ കലാപകാരികൾ ദില്ലി പർ കബ്സ കർക്കെ, ദില്ലി മുഴുവൻ പിടിച്ചടക്കി. കബ്സ കർണ എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക, ടു ഹോൾഡ്. ബഹാദൂർ ഷാ ദ്വിതീയക്കോ, ബഹാദൂർ ഷാ ദ്വിതീയനെ പിന്നെയും ഭാരത് കാ സാമ്രാട്ട് ഘോഷിത് കർ ദിയ, ഭാരതത്തിൻ്റെ സാമ്രാട്ടായിട്ട്
ഡിക്ലെയർ ചെയ്തു, അനൗൺസ് ചെയ്തു അല്ലെങ്കിൽ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയാം. ഘോഷിത് കിയതിൻ്റെ അർത്ഥം കേട്ടോ. 82 वर्षीय बहादुर शाह ने भक्त कांग के सहयोग से വിദ്രോഹ കാ നേതൃത്വ കിയാ താ. പിന്നെ 82 ഇയേഴ്സ് ആയിട്ടുള്ള 82 വയസ്സായിട്ടുള്ള ബഹാദൂർ ഷാ ഭക്ത് കാങ് കെ സഹयोग से, ഭക്ത് ഖാൻ എന്ന് പറയുന്ന ആളുടെ സപ്പോർട്ടോടുകൂടി സഹയോഗത്തോടുകൂടി വിദ്രോഹ കാ നേതൃത്വ കിയ, ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തു. ഉന്നെ അപ്നാ ശേഷ് ജീവൻ റംഗൂൺ കെ ജയിൽ മേ ബിതാന പട. അദ്ദേഹത്തിന് ബാക്കി ജീവിതം റംഗൂൻ്റെ ജയിലിൽ ചെലവഴിക്കേണ്ടി വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അനുമാൻ और कल्पना. वीर कुंवर सिंह का पढ़ने के साथ साथ कुश्ती और घुड़सवारी में अधिक मन लगता था. വീർ കുൻവർ സിംഗിന് പഠിക്കുന്നതിനോടൊപ്പം തന്നെ കുസ്തിയും ഗൂഡ്സവാരി ഹോഴ്സ് റൈഡിങ്ങും അതിലൊക്കെയായിരുന്നു കൂടുതൽ താല്പര്യം. മനസ്സിന് ഇഷ്ടപ്പെട്ടത് അതൊക്കെയായിരുന്നു. आपको पढ़ने के अलावा और किन किन गतिविधियों या कामों में खूब मज़ा आता है लिखिए. നിങ്ങൾക്ക് പഠിക്കുന്നത് കൂടാതെ പിന്നെ ഏതൊക്കെ ആക്ടിവിറ്റീസ്, ഗതിവിധി എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ്, എന്തൊക്കെ കാര്യങ്ങളിലാണ് കൂടുതൽ രസകരമായി തോന്നുന്നത്, താല്പര്യം. हम पढ़ने के साथ साथ क्रिकेट खेलने, पार्क में എന്നാണ്, ഇത് घूमना എന്നാണ് കേട്ടോ. पार्क में घूमना, सिनेमा देखने एवं दोस्तों के साथ गप्पे मारना अच्छा लगता है. ഞങ്ങൾക്ക് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ, പഠനയ്ക്ക് സാത്ത് സാത്ത് അതിൻ്റെ കൂട്ടത്തിൽ ക്രിക്കറ്റ് ഖേൽന, ക്രിക്കറ്റ് കളിക്കുക, പാർക്ക് മേ ഘൂംന, പാർക്കിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുക, സിനിമ ദേഖ്ന, സിനിമ കാണുക, എവം ദോസ്തോ കെ സാത്ത് ഗപ്പേ മാർന. ഗപ്പേ മാർന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ സംസാരിച്ചിരിക്കുക കേട്ടോ, ഗോസിപ്പ്, വെറുതെ സംസാരിച്ചിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കുക, അതൊക്കെ ഇഷ്ടമാണ്. ഇസ്കെ അലാവ, ഇതൊന്നും കൂടാതെ ബൈക്ക് സവാരി കർണ അച്ഛാ ലഗ്താ ഹെ. ബൈക്ക് ഓട്ടിക്കാനും ബൈക്ക് റൈഡിങ്ങും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, सन 1857 में अगर आप 12 वर्ष के होते तो क्या करते. 1857 നിങ്ങൾ 12 വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു. കൽപ്പന കർക്കെ ലിഖിയെ, ഇമാജിൻ ചെയ്ത് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് മുഴുവൻ അങ്ങനെ തന്നെയല്ലേ, അനുമാൻ ഓർ കൽപ്പന എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമാജിൻ ചെയ്ത് എഴുതണം. ഉത്തർ, 1857 में यदि मैं 12 वर्ष का होता तो 1857 എങ്ങാനും ഞാൻ 12 വയസ്സുള്ളൊരു കുട്ടിയാണെങ്കിൽ അവശ്യ വീർ സേനാനിയോ കെ കാര്യോ സെ പ്രഭാവിത് ഹോത്ത. തീർച്ചയായിട്ടും ഈ വീര സേനാനികളുടെ കാര്യത്തിൽ ഞാൻ ഇംപ്രസ് ആവുമായിരുന്നു. മേ ഭി തൽവാർ ചലാന വ ഗുഡ്സവാരി ആദി സീക്ത. ഞാനും തൽവാർ ചലാന, വാള് പ്രയോഗം നടത്താനും വാള് കൊണ്ടുള്ള ഫൈറ്റ് ചെയ്യാനും പിന്നെ ഹോഴ്സ് റൈഡിങ്ങും എല്ലാം ഞാനും പഠിക്കുമായിരുന്നു. താക്കി ബഡാ ഹോക്കർ സൈനിക് ബൻ പാത്ത. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, വലുതായിട്ട് സൈനികനാകാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് ലോഗോ മേ ദേശ് പ്രേം കി ഭാവന ജാഗ്രത് കർനെ കാ ഭി പ്രയാസ് കർത്ത. പിന്നെന്താ ചെയ്യുക, ജനങ്ങളിൽ ദേശപ്രേമത്തിന്, ദേശസ്നേഹത്തിൻ്റെ ഭാവന ഉണർത്താനുള്ള ശ്രമവും നടത്തും. അതിനു വേണ്ടിയിട്ടും ഞാൻ ശ്രമിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, അനുമാൻ लगाइए स्वाधीनता की योजना बनाने के लिए सोनपुर के मेले को क्यों चुना गया होगा. ഇമാജിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, യോജന എന്ന് പറഞ്ഞാൽ പ്ലാൻ. സോൻപൂർ കെ മേലേക്കോ, സോൻപൂരിലെ എക്സിബിഷൻ, മേള എന്ന് പറഞ്ഞാൽ എക്സിബിഷനെ തന്നെ ക്യൂ ചുനാ ഗയാ ഹോഗ, എന്തുകൊണ്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടാകാം. स्वाधीनता की योजना बनाने के लिए सोनपुर के मेले को इसलिए चुना गया होगा. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോൻപൂരിലെ എക്സിബിഷനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, कि सोनपुर का मेला एशिया का सबसे बड़ा मेला है. സോൻപൂരിലെ എക്സിബിഷൻ ഏഷ്യയിലെ ഏറ്റവും വലിയ എക്സിബിഷനാണ്. इसमें काफ़ी भीड़ होती है. അവിടെ ഒരുപാട് തിരക്കുണ്ടാവും, ഒരുപാട് ക്രൗഡ് ഉണ്ടാവും. ഭീഡ് എന്ന് പറഞ്ഞാൽ ക്രൗഡ്. തഥാ തര തരക്കെ ഹാത്തിയോं की खरीद बिक्री की जाती है. പല തരത്തിലുള്ള ആനകളെ അവിടെ വിൽക്കുകയും വാങ്ങുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും അവിടെ. ഇസ് മേലെ മേ ഇത്നി ഭീഡ് ഹോത്തി थी कि ഈ മേളയിൽ എത്ര തിരക്കായിരുന്നു എന്ന് പറഞ്ഞാൽ, യദി സ്വതന്ത്രതാ സേനാനി യഹാ കോയി യോജന ബനാനെ കെ ലിയെ ഇക്കട്ടാ ഹോ ജായെ തോ, എങ്ങാനും ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ, സ്വതന്ത്രതാ സേനാനികൾ എന്തെങ്കിലും പ്ലാനുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ കൂടി, ഇക്കട്ടാ ഹോ ജാന എന്ന് പറഞ്ഞാൽ അവിടെ ഒരുമിച്ച് കൂടുക, എന്നാൽ കൂടി അംഗ്രേസ് സർക്കാർക്കോ കബി ശക് നഹീ ഹോ സക്താ താ. ഈ ബ്രിട്ടീഷ് സർക്കാരിന് അതിനെ ഒരിക്കലും ഡൗട്ട് വരില്ലായിരുന്നു. അവിടെ ഡൗട്ട്
വരാൻ കഴിയില്ലായിരുന്നു, അത്രയും തിരക്കുള്ള സ്ഥലമാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു ഡൗട്ട് വരാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞത്. കാരണം അപ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യാനൊക്കെ ഇന്ത്യൻസിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. കാരണം ഇവരുടെ കണ്ണിൽ പെടാണ്ട് നോക്കണം, ഇവരെങ്ങാനും അറിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നങ്ങളാവും, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു നല്ല സ്ഥലമായിരുന്നു അങ്ങനെയുള്ള പ്ലാനുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷാ की बात. आप जानते हैं कि किसी शब्द को ബഹുവചൻ में प्रयोग करने पर उसकी वर्तनी में बदलाव आता है. നിങ്ങൾക്കറിയാവുന്നതാണ്, എളുപ്പമുള്ള കാര്യം കേട്ടോ ഇത്. കിസി ശബ്ദക്കോ, ഏതൊരു വാക്കിനെയും ബഹുവചൻ में प्रयोग करने पर, ബഹുവചനത്തിലേക്ക് മാറ്റുമ്പോൾ അല്ലെങ്കിൽ ബഹുവചനത്തിൽ പ്രയോഗിക്കുമ്പോൾ, യൂസ് ചെയ്യുമ്പോൾ, ഉസ്കി വർത്തനി മേ ബദലാവ് ആത്താ ഹെ, അതിൻ്റെ വർത്തനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വർണ്ണം, മാത്ര ഒക്കെ ഇല്ലേ, അതിൽ ബദലാവ് ആത്താ ഹെ, അതിൽ മാറ്റങ്ങൾ വരും. ഇത് നമുക്കറിയാവുന്നതാണ് അല്ലേ. പറഞ്ഞാൽ ഏകവചനത്തിൽ ഒരു ശബ്ദമുണ്ട്, അതിനെ ബഹുവചനത്തിലേക്ക് മാറ്റുന്ന സമയത്ത് അതിൻ്റെ മാത്ര, ഈൻ്റെ മാത്രയോ ആയിൻ്റെ മാത്ര, അങ്ങനെ സാധാരണയായിട്ടും കൂടുതലായിട്ട് ഈൻ്റെ മാത്രയാണ് വരാറുള്ളത്, അത് വ്യത്യാസം വരും. അതാണ് ഇവിടെ പറയുന്നത്. എക്സാമ്പിൾസ് നോക്കിയാൽ മനസ്സിലാവും. जैसे सेनानी एक व्यक्ति के लिए प्रयोग करते हैं. സേനാനി ഒരു വ്യക്തി, സേനയിലെ ഒരു വ്യക്തിയാണ് സേനാനി എന്ന് പറയുക, അതിനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓർ സേനാനിയോ ഏക് സെ അധിക് കെ ലിയെ, അതിൻ്റെ പ്ലൂരൽ, അതിൻ്റെ ബഹുവചനം ഏതാണ്? സേനാനിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സേനാനികൾ, ഒന്നിലധികം സേനാനികൾ. അപ്പോൾ സേനാനി എന്നുള്ള വാക്കിൽ നീ, അതിലേതാണ്? വലിയ ഈൻ്റെ മാത്രയാണ് അല്ലേ, അത് വലതുവശത്തേക്കുള്ളതാണ്. പക്ഷേ നമ്മളത് ബഹുവചനത്തിൽ എഴുതുന്ന സമയത്ത് അത് മാറി ഇടതുവശത്തേക്ക് മാറും. ചെറിയ ഈൻ്റെ മാത്ര എഴുതിയിട്ട് യോം എന്ന് എഴുതും. യോം എന്ന് വരും ചിലതിൽ, യാന്ന് വരും ചിലതിൽ, എന്തായാലും ആ മാത്ര മാറും. വലിയ ഈൻ്റെ പോയി ചെറിയ ഈൻ്റെ ആവും. അതാണ് ഇവിടെ പറയുന്നത്. ആ വർത്തനയിൽ ചേഞ്ചസ് വരും എന്ന് പറയണതിൻ്റെ അർത്ഥം അതാണ് കേട്ടോ. പിന്നെ സേനാനി ശബ്ദ കി വർത്തനി മേ ബദലാവ് യഹ് ഹുവ കി, സേനാനി എന്ന വാക്കിലെ വർത്തനിയുടെ ചേഞ്ചസ് യഹ് ഹുവ, ഇതാണ് ആയിരിക്കണം. എന്താണ്? അന്ത് കെ വർണ്ണ നീ കി മാത്ര, ലാസ്റ്റിലെ വർണ്ണം നീ എന്നുള്ളതിൻ്റെ മാത്ര ദീർഘ ഈ സേ, ദീർഘമായിട്ടുള്ള ഈ എന്നതിൽ നിന്ന് ഹ്രസ്വ ഈ ഹോ ഗൈ ഹെ, ഹ്രസ്വമായിട്ടുള്ള ഈ എന്നായി. ഞാൻ ആദ്യം പറഞ്ഞ അതേ കാരണങ്ങൾ തന്നെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് കേട്ടോ. വലിയ ഈൻ്റെ മാത്ര പോയി ചെറിയ ഈൻ്റെ മാത്രയായി ബഹുവചനം എഴുതുന്ന സമയത്ത്. ഇത് മാത്രമല്ല, ഇനി ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നിങ്ങൾ ഓൾറെഡി കുറേ ഇതുവരെ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഗാഡി, ഗാഡിയ, കലി, കലിയ, പരി, പരിയ, ഇതിലൊക്കെ എന്താണ്? ഇപ്പോൾ ഗാഡി, ഗാഡിയ എന്ന് പറയുന്ന സമയത്ത് ഗാഡിയുടെ ഈൻ്റെ മാത്ര ഇവിടെ വലതുഭാഗത്തേക്ക്, വലിയ ഈൻ്റെ മാത്രമാണ്. അത് ബഹുവചനം വരുന്ന സമയത്ത് അത് പുറകോട്ടാവും അല്ലേ, ചെറിയ ഈൻ്റെ മാത്രയാവും. ഈവൻ പരി, പരിയാം, എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് ആവുക. ऐसे शब्दों को जिसके अंत में दीर्घ ഈകാർ होता है, ഇങ്ങനെയുള്ള വാക്കുകൾ ഏത് ശബ്ദത്തിൻ്റെ ലാസ്റ്റിലാണോ ദീർഘ ഈകാർ, പറഞ്ഞാൽ വലിയ ഈൻ്റെ മാത്ര വരുന്നത്, ബഹുവചൻ ബനാനെ പർ വഹ് ഇക്കാർ ഹോ ജാത്താ ഹെ. അപ്പോൾ ബഹുവചനം ആക്കുന്ന സമയത്ത് അത് ഇക്കാറാവും. ഈകാർ, ഇക്കാർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റിൽ ഈ ദീർഘ ഈൻ്റെ മാത്ര വരുന്നത്. പക്ഷെ അത് ബഹുവചനത്തിലേക്ക് മാറ്റുന്ന സമയത്ത് ഇക്കാറാവും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഈൻ്റെ മാത്രയോട് കൂടിയിട്ടുള്ള വേർഡ്സുകൾ ആവും, ഇക്കാർ എന്നാവും. യദി ശബ്ദ കെ അന്ത് മേ ഹ്രസ്വ ഇക്കാർ ഹോത്താ ഹെ, എങ്ങാനും വാക്കുകളുടെ ലാസ്റ്റിൽ ഹ്രസ്വ ഇക്കാർ ആണ്, അതിൻ്റെ അർത്ഥം ചെറിയ ഈൻ്റെ മാത്രയാണ് അങ്ങനെയാണെങ്കിൽ തോ ഉസ്മേ പരിവർത്തൻ നഹി ഹോത്ത, അതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അത് അങ്ങനെ തന്നെ എഴുതിയിട്ട് യാന്നോ യോന്നോ അതിൻ്റെ കൂടെ ചേർത്ത ബഹുവചനമാവും. ജേസേ, ഇനി കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് അതുപോലത്തെ. നീച്ചെ ദിയേ ഗയേ ശബ്ദോं का വചൻ ബദലിയേ, താഴെ കൊടുത്തിട്ടുള്ള വാക്കുകളുടെ വചനം ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അത് ഏകവചനമാണെങ്കിൽ ബഹുവചനമാക്കണം, ബഹുവചനമാണെങ്കിൽ ഏകവചനമാക്കണം. ആദ്യത്തെ നീതി, നീതി എന്നുള്ളത് എങ്ങനെയാവും? നീതിയോ. ആ തീ എന്നുള്ളത് ഓൾറെഡി എവിടെയാണ്? അത് ചെറിയ ഈൻ്റെ മാത്ര തന്നെയാണ്, ഹ്രസ്വ ഇക്കാർ അല്ലേ, ആ ചെറിയ ഈൻ്റെ മാത്ര തന്നെയാണ്. അതുകൊണ്ട് അതിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല, അത് അതേ സൈഡിൽ തന്നെ ഉണ്ടാവും. യോന്ന് കൂട്ടി എഴുതി, അപ്പോൾ അതിൻ്റെ ബഹുവചനമായി. അടുത്തത് ജിമ്മെദാരിയോ. അപ്പോൾ ജിമ്മെദാരിയോ എന്നുള്ളതിൽ നമുക്കതിനെ ഏകവചനമാണ് ആക്കേണ്ടത്, ഓൾറെഡി ബഹുവചനത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രി എന്നുള്ളത് എവിടെയാവും? നമുക്ക് വലത് ഭാഗത്തേക്ക് വരേണ്ടി വരും. അപ്പോഴാണ് അത് കറക്റ്റ് ആവുക, അതിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആവുക.
അടുത്തത് സലാമി. സലാമി എന്നുള്ളത് ഏകവചനമാണ്, അതിനെ ബഹുവചനത്തിലേക്ക് ആക്കണം. അപ്പോൾ അതിൻ്റെ വലിയ ഈൻ്റെ മാത്രയാണ്, വലതുഭാഗത്തേക്കാണ്. അപ്പം നമ്മൾ ബഹുവചനം എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം, അതിനെ ചെറിയ ഈൻ്റെ ഇക്കാറാക്കണം, ചെറിയ ഈൻ്റെ മാത്ര. അപ്പോൾ ഇടതുവശത്തേക്കായി ആക്കി യോന്ന് എഴുതി, സലാമിയോ, സലാമി, സലാമിയോ. അടുത്തത് സ്ഥിതി. സ്ഥിതിയുടെ ഓൾറെഡി ഇടതുവശത്തേക്ക് തന്നെയാണ്, അപ്പോൾ നമുക്കതിൽ മാറ്റങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മാത്രയിൽ യോന്ന് മാത്രം കൂട്ടി എഴുതിയാൽ മതി, സ്ഥിതി, സ്ഥിതിയോ. അടുത്തത് സ്വാഭിമാനി. സ്വാഭിമാനി എന്നുള്ളത് ഏകവചനമാണ്, അതിൻ്റെ പിന്നെ ദീർഘ മാത്രയാണ്, ഈൻ്റെ മാത്രമാണ്, വലിയ ഈൻ്റെ മാത്രമാണ്. അപ്പം നമ്മൾ ബഹുവചനം എഴുതുന്ന സമയത്ത് അതിനെ ഇടതുവശത്തേക്ക് ചെറിയ ഈൻ്റെ മാത്രം എഴുതി യോന്ന് ചേർത്തി, സ്വാഭിമാനിയോ. പിന്നെ ഗോലി, ഗോലിയ. ലായിൻ്റെ വലിയ ഈൻ്റെ മാത്രം മാറ്റി ചെറിയ ഈൻ്റെ ആക്കി യാന്ന് ചേർത്തി, ഗോലിയ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം.